ഇപ്പോൾ ഫിലിം ഫീൽഡിൽ ചില പ്രമുഖർക്കെതിരെ ഒത്തിരി അലിഗേഷൻസ് വരുന്ന ഈ ഒരു ടൈമിൽ അവരുടെ മൂവീസ് ഇനി റിലീസ് ആയാലും ആസ് എ വ്യൂവർ കാണാൻ റെഡിയാണോ ഇല്ലയോ? ഞാൻ കാണാൻ റെഡിയാണ്. ഞാൻ അവരെ അഭിനയമാണ് ഇഷ്ടപ്പെടുന്നത്, അവരെ ഇല്ലല്ലോ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് അവരെ അഭിനയമാണ് ഇഷ്ടപ്പെടുന്നത്. ഇനി അവർ അഭിനയിക്കണമെങ്കിൽ കൊള്ളാമെങ്കിൽ ഞാൻ കാണും. അവരെ പുറമെ എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നുള്ളൂ, അതൊന്നും എന്താണ് നമ്മൾ അറിയുന്നില്ല. എന്നുവെച്ചാൽ കേസ് അവരെ വഴിക്ക് പോകും, പക്ഷേ അവരെ സിനിമകളൊക്കെ എനിക്ക് എന്റർടൈനിങ് ആണ്. നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മൾ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ചില ആൾക്കാർക്ക് പോലും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടാവും. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കാണാം. ആ ഒരു വ്യക്തി ഇതാക്കി അത് കാണാൻ ഫിലിമും തമ്മിൽ നല്ല ഡിഫറൻസ്. ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരാളുടെ പേഴ്സണാലിറ്റി കൊണ്ട് ഒരാളുടെ സിനിമ കാണണമെന്നില്ലല്ലോ. മലയാള സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. പല പ്രമുഖർക്കെതിരെയും പരാതികൾ ഉയർന്നു വരുന്ന ഈ ഒരു സമയത്ത് പ്രേക്ഷകർ എന്ന നിലയിൽ നിങ്ങൾ അവരുടെ സിനിമ കാണുമോ ഇല്ലയോ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഫിലിം ഫീൽഡിൽ ചില പ്രമുഖർക്കെതിരെ ചില അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവർ അഭിനയിച്ചത് അല്ലെങ്കിൽ അവർ സംവിധാനം ചെയ്ത ആളുകളുടെ ഫിലിം കാണാൻ റെഡിയാണോ നിങ്ങൾ പ്രേക്ഷകർ? അവർക്ക് നേരെ വന്നിട്ടുള്ള അലിഗേഷൻസ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അല്ലാത്താണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അതിപ്പോ അതറിയാനും ഇതുണ്ട്, പക്ഷെ ആ ഒരു ഫിലിം അവർക്ക് അത് അറിയാൻ താല്പര്യമുള്ളത് എന്തായാലും കാണും. ഇപ്പൊ അവരെങ്ങനത്തെ ആളാണെങ്കിലും ഫിലിം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കാണാം. ആ ഒരു വ്യക്തി ഇതാക്കി അത് കാണാൻ വ്യക്തിയും ഒരു ഫിലിമും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. കൂട്ടിക്കൊടുക്കേണ്ട കാര്യം. നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മൾ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ചില ആൾക്കാർക്ക് പോലും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടാവും. അപ്പം ഇപ്പോൾ ഒരു സിനിമ അത്രയ്ക്ക് മികച്ചതാണെന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ ഒരാളൊക്കെ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മളത് കാണും. പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാരെ പൊതുവെ പ്രൊമോട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനത്തെ അവരുടെ അടുത്ത് ഒരു അഡ്മിറേഷൻ ടെൻഡൻസി ഉണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയ്ക്ക് നല്ലൊരു ഫിലിമാണെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഫിലിമാണ് നമ്മൾ കാണും. ശരി. ആസ് എ മൂവി ലവർ ഇപ്പോൾ നമ്മൾ ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരു മൂവി ലവർ ആണെങ്കിൽ നമ്മൾ അവരുടെ അഭിനയത്തിലുപരി നമ്മൾ ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. അവരുടെ സിനിമ കാണുന്നതൊന്നും കുഴപ്പമില്ല. ചെയ്യും. പേഴ്സണൽ കാര്യം വേറെ, ഫിലിം വേറെ, അങ്ങനെ ആണ്, രണ്ടും രണ്ടാണ്. ഒരു ആസ് എ മൂവി ലവർ ഇപ്പോൾ നമ്മളിപ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം അവർ പ്രൊഫഷണൽ ആയിട്ട് നിന്ന് അഭിനയിക്കുമ്പോൾ എനിക്ക് പ്രൊഫഷൻ ചെയ്യല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കാണുന്നതിന് കുഴപ്പമില്ല. ഞാൻ തീർച്ചയായിട്ടും റെഡിയാവും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കേസിൽ ഞാൻ ഇപ്പോൾ അവരെയല്ല ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കേസ് അവരെ വഴിക്ക് പോകും, പക്ഷേ അവരെ സിനിമകളൊക്കെ എനിക്ക് എൻ്റർടൈനിങ് ആണ്. അപ്പോൾ ഞാൻ കാണുന്ന വെച്ചാൽ അവരൊരിത് വേറെ, പിന്നെ എൻ്റെ എൻ്റർടൈനിങ് ആയിട്ട് ഞാൻ സിനിമകൾ കാണുകയും ചെയ്യും. സിനിമ കാണും, അവരുടെ ഫിലിം എന്റർടൈനിങ് ആണ്, കാണും. പിന്നെ അവർ കേസിൻ്റെ കാര്യം ഞാൻ നോക്കുന്നില്ല. ആ സിനിമ എനിക്ക് എൻ്റർടൈനിങ് ആ സിനിമയാണ്. അപ്പോഴത്തേക്ക് അവരെ കേസ് എന്നുള്ളത് ഞാൻ സിനിമയായിട്ട് അങ്ങനെ എടുക്കാറില്ല, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാറില്ല. എനിക്കിപ്പോൾ സിനിമ ഞാൻ കാണും. അവരെ സിനിമയല്ലേ, നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി കൊണ്ട് ഒരാളുടെ സിനിമ കാണാതിരിക്കണമെന്നില്ലല്ലോ. അപ്പം എനിക്ക് സിനിമയുണ്ട്, നോ പ്രോബ്ലം. അല്ലാതെ അവരെ പേഴ്സണാലിറ്റി ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ ഒരു സിനിമ കണ്ട് അത് അങ്ങനെ കളയത്തേ ഉള്ളൂ, അല്ലാതെ അയാളെങ്ങനെ അങ്ങനെ ഒരു നോക്കുന്ന ആളല്ല ഞാൻ. അപ്പം എനിക്ക് ഓക്കെയാണ്, ഞാൻ ഇനിയും കാണും, എനിക്ക് ഓക്കെയാണ്. പക്ഷേ പ്രതികളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കാണാൻ റെഡിയാണ്. ഞാൻ അവരെ അഭിനയമാണ് ഇഷ്ടപ്പെടുന്നത്, അവരെ ഇല്ലല്ലോ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് അവരെ അഭിനയമാണ് ഇഷ്ടപ്പെടുന്നത്. ഇനി അവർ അഭിനയിക്കണമെങ്കിൽ കൊള്ളാമെങ്കിൽ ഞാൻ കാണും. അവരെ പുറമെ എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നുള്ളൂ, അതൊന്നും എന്താണ് നമ്മൾ അറിയുന്നില്ലല്ലോ. തിയേറ്ററിൽ വരുന്ന നല്ല ഫിലിമാണ് നമ്മൾ കാണും. പുറത്താണെങ്കിൽ നമുക്ക് അറിഞ്ഞുള്ളൂ ഇവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നത്. നമ്മൾ നല്ലൊരു ഫിലിമിനാണ് എൻ്റർടൈൻ ചെയ്യാനാണ് നമ്മൾ കാണും. ഇവരുടെയൊക്കെ ഫിലിം ഓൾറെഡി ഇഷ്ടമാണ്. അപ്പോൾ അതേപോലത്തെ മൂവീസ് ആണ് ഇനിയും കാണും. സിനിമ നമ്മൾ കാണും. സിനിമ കാണാനുള്ള കഥയില്ലല്ലോ, അവരെങ്ങനെയാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നടക്കും. പക്ഷെ നമുക്ക് സിനിമ ആസ് ഒരു സോഷ്യൽ പീപ്പിൾ നമ്മളത് പോയി കാണും, അത് നമ്മുടെ റൈറ്റ്സ് ആണ്. അതിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ സിനിമ കഥയായിട്ട് അത് ബാധിക്കില്ലല്ലോ. അപ്പോൾ സിനിമ നമ്മൾ കാണും. സിനിമ കാണാൻ നമുക്ക് ഇഷ്ടമാണ്. അവരുടെ ലൈഫ് അല്ലല്ലോ സിനിമയിലോട്ട് പറഞ്ഞത്. അതിൽ അവർക്ക് കൊടുക്കണ ക്യാരക്ടർ അവർ ചെയ്യണം. അതിൽ പിന്നെ വേറെ അവരെല്ലാം ലെജൻസ് ആയിട്ടുള്ള നടന്മാരാണ്, അതിലൊരു തെറ്റുമില്ല. അവരെന്ത് ചെയ്തൊന്നല്ല, അവരെ സിനിമയൊക്കെ കൊള്ളാം, അങ്ങനെയാണെങ്കിൽ കാണും, ഒരു കുഴപ്പമില്ല. പുതിയ സിനിമയാകുമ്പോൾ ആർക്കായാലും കാണാൻ ആഗ്രഹം കാണും, കാണാൻ താല്പര്യമുണ്ട്. ഓക്കെ,
അപ്പൊ അവരുടെ മൂവീസ് ഇഷ്ടപ്പെടുന്നു. അപ്പൊ ആ ഒരു ഇതാണ് നോക്കുന്നത്. മൂവീസിലെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നു, അവരല്ലാതെയുള്ള കാര്യം അത് ഇഷ്ടപ്പെടുന്നില്ല. അവർ മൂവി ഇഷ്ടമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെ ക്യാരക്ടർ നോക്കിയിട്ടാണെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക സിനിമയിൽ അകത്ത് നോക്കുക അവരുടെ സിനിമയുടെ ക്യാരക്ടർ കൊള്ളാവോ, കഥ കൊള്ളാവോ, അതനുസരിച്ചുള്ള ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്നത്. പുറത്ത് പല പ്രശ്നങ്ങളുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർ സിനിമയിൽ അഭിനയിക്കുമ്പം അവരെന്താണ് ചെയ്യുന്നത്, സിനിമയ്ക്ക് അകത്ത് കൊള്ളാമെങ്കിൽ കൊള്ളാം, പുറത്താണ് അവരുടെ ജീവിതം, അകത്ത് അവരുടെ ക്യാരക്ടേഴ്സ് ആയിരിക്കും ജീവിക്കുന്നത്. സോ കാണും. അവരുടെ മൂവീസ് കാണുന്നതുകൊണ്ട് തെറ്റില്ല. ഇല്ല, കുഴപ്പമില്ല ചേച്ചി, കാണാം. ശരി. ഇപ്പോഴെന്നല്ല, നേരത്തെ മുതലേ റെഡിയല്ല. കാരണം ഇപ്പോഴത്തെ ഫിലിംസ് അങ്ങനെ ആയതുകൊണ്ട് ഇനി അവരെ പറ്റി അങ്ങനെ ഇതുള്ള അങ്ങനല്ല, ഇന്ന ആള് ഇങ്ങനെ ആയതുകൊണ്ട് അവരുടെ ഫിലിം കാണുന്നില്ല എന്നല്ല. കുറേ നാളായിട്ട് ഫിലിം കാണാൻ ആഗ്രഹമില്ല, അതുപോലത്തെ ഫിലിംസാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അല്ല, ഈ അലിഗേഷൻ പറഞ്ഞവരെ സിനിമകൾ മാത്രമല്ലല്ലോ, എല്ലാവരുടെ പേരിലും മിക്കവാറും അലിഗേഷനുണ്ട്. അപ്പോൾ അതിനെ വെച്ച് നമ്മൾ സിനിമ കാണട്ടെന്ന് വെച്ചാൽ ഒരു സിനിമയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ പറഞ്ഞാലും സിനിമയെല്ലാം കാണും. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു സിനിമയും കാണാൻ പറ്റൂല. അലിഗേഷൻ വന്നവർക്ക് അതിൻ്റെ നിയമ നടപടികൾ എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടെങ്കിലും നമ്മൾ എടുക്കുക, അത്രയേ ഉള്ളൂ. സിനിമ കാണാതിരിക്കേണ്ട കാര്യമില്ല, സിനിമ കാണും. അത് അവരുടെ അവരുടെ കാര്യമില്ല, അവരുടെ പേഴ്സണൽ കാര്യം, അവരുടെ പേഴ്സണൽ കാര്യം. സിനിമ കാണാണ്ട് ഇരിക്കേണ്ട കാര്യമില്ല. ഇല്ല, കാര്യമില്ല. ഞങ്ങൾക്ക് ആർക്കും താല്പര്യമേ ഇല്ല, ഈ സിനിമയുടെ താല്പര്യമില്ലാതായി. കാരണം അത്രത്തോളം നാടകമാണ് ഇന്ന് നടക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും, പൊതുജനങ്ങൾക്ക് ആർക്കും താല്പര്യം, ഇവിടെ വന്നിരുന്ന എല്ലാവരും ഇതാണ് ഡിസ്കസ് ചെയ്യും. ഇവർക്ക് ഈ ഫീൽഡിലേക്കുള്ള പണം, പ്രശസ്തി, സൗകര്യങ്ങൾ ഇതെല്ലാം ഇവർക്ക് മറ്റുള്ള ഫീൽഡിനെക്കാട്ടിയും കൂടുതലാണ്. അതിനെ അവരെല്ലാം മുതലെടുത്തുകൊണ്ട് ഈ പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ ഹറാസ് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ്. ആലോചിച്ച് നോക്കി, അവർക്ക് ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കത്തില്ല. അവരെ ഏതെല്ലാം രീതി, അവരുടെ അമ്മമാരെ, അവരുടെ കൂടെ വരുന്നവരെ, ഒരു ഫിലിമിനൊക്കെ 10ഉം 12ഉം ഇന്ന് ഷക്കിൽ വെളിപ്പെടുത്തിയുണ്ടോ, അവരുടെ അടുത്തേക്ക് വരുന്നവരെല്ലാം പ്രൊഡ്യൂസേഴ്സ് എന്നാണ് പറയുന്നത്. ഒരു പ്രൊഡ്യൂസറേ ഉള്ളൂ, അവരുടെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാലും പ്രൊഡ്യൂസേഴ്സ് എന്നാണ് പറയുന്നത്. എന്തുമാത്രം ചീറ്റിംഗ് ആണ്. ഇവരെല്ലാം പിടിച്ച് അകത്തിടണം. ഇടത്തില്ല, ഇവിടുത്തെ നിയമങ്ങളൊന്നും ഇവരെല്ലാം വെറുതെ വിടും. നാളെ ഇവരെല്ലാം വീണ്ടും ഫീൽഡിൽ കാണും. ഭയങ്കര കോക്കേഴ്സും അവർ തീരുമാനിക്കുന്ന കുറച്ച് ആൾക്കാരെയും വെച്ച് അവർ കളിക്കുന്നൊരു ഡ്രാമയാണ്. അത് കാണാൻ ഇനി ജനങ്ങൾ തയ്യാറാവും. അപ്പോഴേ അവരിത് പഠിക്കും. നമുക്ക് കാണാൻ ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇവൻ്റെയൊക്കെ സിനിമാ തിയേറ്ററിൽ പോയി വികസിപ്പിച്ച് ഇവരുടെയൊക്കെ ഈ തോന്നിയ ദിവസത്തിന് കൂട്ടിവയ്ക്കാൻ പ്രേക്ഷകർ എന്നുള്ളത് ഞങ്ങൾ തയ്യാറുണ്ട്. മലയാള സിനിമയിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വിവാദമായ നായകന്മാരുടെ സിനിമകൾ കാണാൻ പ്രേക്ഷകർ ഇപ്പോഴും തയ്യാറാണ്. നീതി നടപ്പാകട്ടെ, മലയാള സിനിമ പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരട്ടെ. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.